കലാശവും കൊട്ടിക്കലാശവുമായി അങ്ങനെ കർണാടകയുടെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് കർണാടകയിൽ നിശബ്ദ പ്രചരണമാണ്. ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശത്തിനൊടുവിൽ ഓരോ വീട്ടിലും കയറി വോട്ടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. ഇന്നലെ കൊട്ടിക്കലാശ ദിവസം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. കർണാടകയുടെ പരമാധികാരത്തിനുമേൽ കൈകടത്തുവാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രസ്താവന ഇന്ത്യ വിരുദ്ധമാണെന്ന് കാട്ടി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സോണിയാഗാന്ധിക്ക് നോട്ടീസും അയച്ചു. മുൻപെങ്ങും കാണാത്ത രീതിയിലായിരുന്നു ഇത്തവണ പ്രചരണ രംഗത്ത് കോൺഗ്രസും BJPയും ചുക്കാൻ പിടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. 26 ഇടങ്ങളിലാണ് 2 ദിവസം പ്രധാനമന്ത്രി റോഡ് ഷോകൾ നടത്തിയത്. പ്രിയങ്കയുടെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ആവേശം പകർന്നു. ഗാന്ധി സഹോദരങ്ങളുടെ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും സ്ത്രീകളോടൊപ്പമുള്ള സംവാദവുമെല്ലാം കോൺഗ്രസ് അണികൾക്ക് കൂടുതൽ ആവേശം പകർന്നു. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രിയെ കൂടാതെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അമിത്ഷായും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് പ്രചരണത്തിനെത്തിയത്. കോൺഗ്രസിലാകട്ടെ രാഹുലിനും പ്രിയങ്കയ്ക്കും പുറമെ സോണിയാഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കളം നിറഞ്ഞു നിന്നു. JDSന്റെ ത്രികോണ മത്സരം നടക്കുന്ന കർണാടകയിൽ JDSന്റെ HD കുമാരസ്വാമിയും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പ്രചരണത്തിനായി ഓരോ പാർട്ടിയും പ്രമുഖരെ നിരത്തി മത്സരിക്കുന്ന കാഴ്ചയാണ് കർണാടകയിൽ ഇത്തവണ നാം കണ്ടത്. ഇന്നലെ ബംഗളൂരു നഗരത്തിൽ നടന്ന പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ സ്ത്രീകളടക്കം 10,000-കണക്കിന് പേരാണ് അണിനിരന്നത്. രാഹുൽ ഗാന്ധി ആകട്ടെ നഗരത്തിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുമായും സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി തൊഴിലാളികളുമായും കൂടിക്കാഴ്ചകളും നടത്തി. ഈ രീതിയിലൊക്കെ വോട്ട് ഉറപ്പിക്കുവാനായിരുന്നു അവസാന ദിവസമായ ഇന്നലെ രാഷ്ട്രീയ നേതാക്കൾ മത്സരിച്ചത്. അതേസമയം നിശബ്ദ പ്രചരണ ദിവസം മുൻകൂർ അനുമതിയില്ലാതെ പത്രങ്ങളിലടക്കം പരസ്യം നൽകരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 5,24,00,000 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 2.59 കോടി സ്ത്രീ വോട്ടർമാരും 2.62 കോടി പുരുഷ വോട്ടർമാരും ഉൾപ്പെടുന്നുണ്ട്. 9,58,806 കന്നി വോട്ടർമാർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തും. 52,282 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പകുതി ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും. കേന്ദ്ര സംസ്ഥാന സായുധ സേനകളാണ് തെരഞ്ഞെടുപ്പിൽ സുരക്ഷയൊരുക്കുന്നത്. അതേസമയം പോളിംഗ് ശതമാനം ഉയർത്തുവാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2018 തെരഞ്ഞെടുപ്പിൽ 72.57% കർണാടകയിലെ പോളിംഗ്. ബംഗളൂരു നഗരത്തിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വാരാന്ത്യം ഒഴിവാക്കി ആഴ്ചയുടെ മധ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുവഴി പോളിംഗ് ശതമാനം ഉയർത്തുവാൻ കഴിയുമെന്നാണ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. ഇതിനിടെ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തുമെന്നാണ് എക്സിറ്റ് പോൾ അന്തിമ അഭിപ്രായ സർവേ ഫലം പറയുന്നത്. BJP ബന്ധമുള്ള രാഷ്ട്രീയ സംഘങ്ങൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് എതിരായ പിന്നിലെന്ന വികാരം കോൺഗ്രസിന് അനുകൂല വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ വിശ്വസിക്കുന്നുണ്ട്. കർണാടക രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് ആരടുക്കുമെന്നത് 13-ന് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. പെട്ടി തുറക്കുമ്പോൾ അറിയാം കന്നഡ നാട്ടിൽ ആര് വാഴും ആര് വീഴുമെന്ന്.